സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടും വർഷങ്ങളായി അവഗണനയേറ്റും ജീവഭയത്തോടെയും കഴിയുന്ന കുറച്ച് സർക്കാർ ജീവനക്കാർക്കിടയിലേക്കാണ് ഇനി റിപ്പോർട്ടർ കടന്നു ചെല്ലുന്നത്. പാലക്കാട് ആലത്തൂരിലെ അഗ്നിരക്ഷാ നിലയത്തിലേക്ക് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രവർത്തിക്കുന്ന ഫയർഫോഴ്സ് ജീവനക്കാർ ഇവിടെ കഴിയുന്നത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാൻ സാധ്യതയുള്ള വാടക കെട്ടിടത്തിലാണ്. കെട്ടിടത്തിൻ്റെ മുഴുവൻ തൂണുകളും ഉള്ളിലെ കമ്പിയും കാണാൻ കഴിയുന്ന രീതിയിൽ തകർന്നു. കെട്ടിടത്തിൻ്റെ സീലിംഗ് ജീവനക്കാർക്കിടയിലേക്ക് തകർന്നു വീഴുന്നിട്ടും ആലത്തൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ഇവരെ ഇനി ആര് രക്ഷിക്കും? കാണാം. ഏതൊരാപത്തിലും ആദ്യം മനസ്സിൽ തെളിയുന്ന നമ്പർ. പാതിരാവോ പകൽ വെളിച്ചമോ വ്യത്യാസമില്ല. കോരിച്ചൊരിയുന്ന മഴയിലും ചുട്ടുപൊള്ളുന്ന വെയിലിലും രക്ഷകരായി അവരെത്തും. എന്നാൽ ഇപ്പോൾ ആ രക്ഷകർ രക്ഷ തേടുകയാണ്. സീലിംഗുകൾ പൊട്ടിപ്പൊഴിഞ്ഞു. ബീമുകളിലെ വാർക്കക്കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. താങ്ങി നിർത്തേണ്ട തൂണുകൾ ഒന്നുപോലും തകരാത്തതില്ല. എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താൻ തയ്യാറായി നിൽക്കുന്നു ഈ കെട്ടിടം. സർക്കാർ ജീവനക്കാരോട് സർക്കാർ തന്നെ കാണിക്കുന്ന കൊടിയ അവഗണന. നാടിനും നാട്ടുകാർക്കും സുരക്ഷ ഒരുക്കാൻ നെട്ടോട്ടമോടുന്നവരെ ആര് രക്ഷിക്കും? കഴിഞ്ഞ 24 വർഷമായി വാടക കെട്ടിടത്തിലാണ് ആലത്തൂർ ഫയർഫോഴ്സ് യൂണിറ്റ്. ആലത്തൂർ പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളാണ് അഗ്നിരക്ഷാ നിലയം. ആലത്തൂരിലും സമീപത്തെ 13 പഞ്ചായത്തുകളിലും ഓടിയെത്തേണ്ടവരാണ്. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ ബലമുണ്ടോ എന്ന് പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് ഒട്ടും ഫിറ്റല്ലാത്ത ഇതേ ഓഫീസിൽ നിന്ന്. പുതിയ ബലമുള്ള കെട്ടിടമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുമ്പേ സർക്കാരിനെ അറിയിച്ചു. 2 വർഷം മുമ്പ് KD പ്രസന്നൻ MLA നിയമസഭയിലും പ്രശ്നം അവതരിപ്പിച്ചു. ജലസേചന വകുപ്പ് കൈമാറിയ ചെതിലിയിലെ 50 സെന്റ് സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ നടപടിയെടുത്തെന്നും നിർമ്മാണം പൂർത്തിയാകും വരെ മറ്റൊരു കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റാൻ നടപടി സ്വീകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി അന്ന് മറുപടി പറഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും 2 വർഷവും കടന്നുപോയി. തകർന്ന കെട്ടിടവും നോക്കി ഇപ്പോഴും നെഞ്ചിരിപ്പോടെ നിൽക്കുകയാണ് ആലത്തൂരിലെ ഫയർഫോഴ്സ് ജീവനക്കാർ. ആലത്തൂരിലെ ഫയർഫോഴ്സുകാർക്ക് അഗ്നിരക്ഷാ നിലയമെന്നാൽ രക്ഷയില്ല കയമാണ്. ചിലർ വന്നാൽ എല്ലാം ശരിയാകുമെന്ന വാഗ്ദാനം വിശ്വസിച്ച നിരാശരായവർ. മഴമേഘങ്ങൾ ഇരുണ്ടു തുടങ്ങിയാൽ, കാറ്റുന്ന ആഞ്ഞു വീശിയാൽ ആദിയാണ് ജീവനക്കാരുടെ ഉള്ളിൽ. ആ ആദി അകറ്റേണ്ട സർക്കാരിനാകട്ടെ ഒട്ടും അനക്കമില്ലതാനും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. ഈ ആലത്തൂരെ ഫയർഫോഴ്സിലെ ജീവനക്കാരെ ആരെ വിളിച്ചാലാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി കിട്ടുക? ഇവർ ഫോൺ വിളിച്ചിട്ട് പറയാണ് എത്രയും പെട്ടെന്ന് വരണം, ഇവിടെ ഫയർഫോഴ്സ് എത്തണം എന്ന് പറയുന്നത്. ആരാ വിളിക്കുന്നത്? ഫയർഫോഴ്സ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത്. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന അഗ്നിശമന സേനാംഗങ്ങളാണ്. അവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒട്ടും രക്ഷയില്ലാത്തൊരു കെട്ടിടത്തിലാണ്, തീർത്തും ദുർബലമായൊരു കെട്ടിടത്തിലാണ് എന്നുള്ളത് നമ്മളിൽ വല്ലാതെ ഭീതിയും ആശങ്കയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ട